വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം, അതായത് ഉത്തർപ്രദേശിലെ കുംഭമേള, ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു മേളയാണല്ലോ ഇപ്പൊ കുംഭമേള എന്ന് പറയുന്നത്. അതായത് ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംഗമിക്കുന്ന ഒരു മേളയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുംഭമേള സ്തംഭിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ വാർത്ത കൊടുത്തിരുന്നത്. അത് യഥാർത്ഥത്തിൽ കുംഭമേളയിൽ വരുന്ന ഭക്തർ അവിടെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ക്യൂവിൽ പെട്ടുകിടക്കുകയാണ്. പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. 5 കോടി പേർ വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 10 കോടി പേർ വരുന്നു. 10 കോടിയാണ്. ഈ 5-10 എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സംഖ്യയല്ല. 10 കോടി പേർ വരുന്നു. പോരാത്തതിന് ഈ 20 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ക്യൂ അവിടെ ഉണ്ടാകുന്നു. കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഭക്തർ ബാരിക്കേഡുകളെല്ലാം തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് വളരെ എന്താണ് മോശമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഭക്തർക്ക് ഒരു മാനേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. നമ്മളത് സ്തംഭിച്ചു എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തിരുന്നത്. അപ്പോ ഇന്ന് രാവിലെ ആയപ്പോ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്കാരെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കുംഭമേളയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സ്റ്റാമ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു വൻ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ തിങ്ങി ഞെരുങ്ങി ആൾക്കാർ, 17 മരണം ഉണ്ടായി എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം പറയുന്നു. പക്ഷെ അവിടുത്തെ സർക്കാർ അത്, യോഗി ആദിത്യനാഥ് സർക്കാർ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അടിയന്തരമായിട്ടുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഈ നോർത്ത് ഇന്ത്യ മുഴുവൻ ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. കുംഭമേളയുടെ നമുക്കറിയാം, നമ്മുടെ ഇവിടെ ശബരിമല സീസൺ കേരളത്തിൽ തുടങ്ങുമ്പോൾ നമുക്ക് പല ക്ഷേത്രങ്ങളിലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ചോറ്റാനിക്കര പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അമ്പലപ്പുഴ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കായിരിക്കും. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്ക് നിർമ്മാല്യം തൊഴാൻ പോയി കഴിഞ്ഞാൽ തിരക്കൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ശബരിമല സീസൺ ആകുമ്പോൾ 3 മണിക്ക് വേറെ ഒരു സമയത്തും ഇല്ലാത്ത രീതിയിലുള്ള തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പൊ അതുപോലെ ഇത് ഉത്തരേന്ത്യ മുഴുവൻ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് അയോധ്യ രാമക്ഷേത്രത്തിലാണ്. ഒരു ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നമ്മളത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി അവിടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. ട്രെയിനുകളിലൊന്നും ആർക്കും പോകാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ക്ലാസ് AC പോലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതായത് ഒരാൾക്ക് ഒരു റൂമിൽ കിടക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ആ ആ റൂമിനകത്ത് 10-12 ആൾക്കാർ ഇടിച്ചു കയറി അവരെ ശകാരിച്ചുകൊണ്ട് ഈ ട്രെയിനിൽ പോകുന്നത്. TTR ഒന്നും കാണാനേ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ അയോധ്യ രാമക്ഷേത്രം ഇറക്കിയിരിക്കുന്ന ഭരണസമിതി പറയുന്നത്, റാം മന്ദിർ ഭരണസമിതി പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 20 ദിവസത്തേക്ക് വരരുത് അയോധ്യ രാമക്ഷേത്രത്തിലോട്ടെന്നാണ് അവർ പറയുന്നത്. അലഹബാദ് കോടതി അടച്ചു, അവധി കൊടുത്തു അലഹബാദ് കോടതി ഈ തിരക്ക് കാരണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് നല്ലതാണോ മോശമാണോ? ധനുഷ, ഇത് ഈ ഈ സർക്കാർ, യോഗി സർക്കാർ ഈ കുംഭമേള തുടങ്ങുന്നതിന്, മഹാകുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് 45 കോടി പേരെയാണ്, ഭക്തരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളിപ്പോ ഇന്ന് രാവിലെ വരെയുള്ള കണക്ക് എടുത്തിരുന്നു. എടുത്തപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്, അതായത് നമ്മൾ പ്രാദേശിക മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇന്ന് രാവിലെ, അതായത് ഈ മൗനി അമാവാസിയുടെ, ഇന്നാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട സ്നാനം നടക്കുന്ന ദിവസം. ഈ മൗനി അമാവാസിയുടെ സ്നാനത്തിന് മാത്രമായി ഇന്ന് രാവിലെ 10 മണി വരെ അവിടെ ഔദ്യോഗികമായി സ്നാനം ചെയ്തവരുടെ അല്ലെങ്കിൽ കുളിച്ചവരുടെ എണ്ണം 3.61 കോടി ആളുകളാണ്. ഇതുവരെ അവിടെ ഒഫീഷ്യലായിട്ട് 28-ാം തീയതി വരെ സ്നാനം ചെയ്തിരിക്കുന്നവർ 19.94, അതായത് 20 കോടി പേര്. ഇതും കൂടെ കൂട്ടുമ്പോൾ 24 കോടി പേര് സ്നാനം ചെയ്തിരിക്കുന്നു. ഇത് ഔദ്യോഗികമായ കണക്ക് മാത്രമാണ്. അനൗദ്യോഗികമായ കണക്ക് നമുക്ക് അറിയില്ല. കാരണം ഇതൊരു ആ ഘട്ടിലെത്തി സ്നാനം ചെയ്യുന്നവരുടെ എണ്ണമാണ്. ഒരുപക്ഷെ ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും അതിനടുത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഈ 45 കോടി എന്ന് സർക്കാർ പറഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 55 കോടിയോ 60 കോടിക്കടുത്തോ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ലോക ഈ രാജ്യങ്ങളിൽ പറയുന്ന സ്നാനം, നിന്നെല്ലാം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എവിടെയും ജനക്കൂട്ടം ഒരു നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. ഇത്രയും, അതായത് ഈ 3 ദിവസങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതായത് ഇന്നത്തെ ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നുമായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് പ്രയാഗ് രാജിൽ അവർ പ്രതീക്ഷിച്ചിരുന്നത്, അതായത് സർക്കാരിന്റെ മിഷണറികളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് 5 കോടി പേരെയാണ്. ഇപ്പോൾ കണക്ക് വരുന്നത് ഏതാണ്ട് 10.5 കോടി പേരെത്തിയെന്നാണ്. ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ പ്രയാഗ് രാജിൽ സ്നാനത്തിനായി എത്തുന്ന ഭക്തർ അവിടെ തന്നെ തമ്പടിക്കുന്നത് ഒരു വലിയ ഒരു രീതിയാണ്. തമ്പടിക്കുക, അതായത് സ്നാനം ചെയ്ത് മടങ്ങുന്നതിന് പകരം സ്നാനം ചെയ്യുക, അവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുക, അവിടെ തമ്പടിക്കുക എന്നൊരു രീതിയിലേക്ക് കൂടി വരുമ്പോഴാണ് ഇതിന്റെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ ഒരു കാരണമായിട്ട് പ്രധാനമായി പറയുന്നത്.
എന്ന് വെച്ചാൽ ഈ ആളുകൾ എത്തുന്നത് വെറും കൈയോട് കൂടിയല്ല എത്തുന്നത്, വലിയ ബാഗുകൾ അല്ലെങ്കിൽ ലഗേജുകളൊക്കെ വെച്ചുകൊണ്ടാണ് എത്തുന്നത്. അതായത് പുറകിൽ നിൽക്കുന്നവർക്ക്, അതായത് 10 കോടി ജനം ഒരു സ്ഥലത്ത് എത്തുമ്പോഴുള്ള തിരക്ക് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. നമ്മളൊക്കെ ശബരിമല പോകുന്നതാണ്, അവിടെ ഇത്രയും കോടി ജനം ഒരേ സമയത്ത് വരാറില്ല, 1 ലക്ഷം പേർക്കാണ് ദർശനം കൊടുക്കുന്നത്. അവിടുത്തെ തിരക്ക് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അവിടെയാണ് 10 കോടി ജനം അവിടെ വന്ന് തിങ്ങി നിറയുമ്പോൾ ഉണ്ടാകുന്ന ആ തിരക്ക്. ഇന്നലെ തന്നെ ധനുഷാണ് തോന്നുന്നു ആ വാർത്ത ചെയ്തത്. അതിനകത്ത് ബാരിക്കേഡുകളെല്ലാം തകർത്ത് കഴിഞ്ഞിരുന്നു ഇന്നലെ തന്നെ, കാരണം നിൽക്കാൻ കഴിയുന്നില്ല. അതായത് 20 കിലോമീറ്ററിലേക്ക് ജനം ക്യൂ എന്നല്ല അതിന് പറയേണ്ടത്, 20 കിലോമീറ്റർ ഒരു ജാഥ പോലെയാണ് ജനം അണിനിരന്നിരിക്കുന്നത്, ഒരു റാലി പോലെ, 20 കിലോമീറ്റർ റാലി പോലെയാണ്. അതായത് റോഡ് തിങ്ങി തിങ്ങിയാണ് ഈ ജനം വരുന്നത്. ഇതിനകത്ത് വരുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഈ സ്ഥലത്തെ കുറിച്ച് വലിയ ധാരണയില്ല. അതായത് ഈ പ്രയാഗ് രാജില് എങ്ങനെയാണ് വരേണ്ടതില്ലെങ്കിൽ ഇതുവഴി ധാരണയില്ലാത്തവരാണ് കൂടുതൽ പേര്. കാരണം ഇതര സംസ്ഥാനത്ത് നിന്ന് അല്ല, വരുന്നവരാണ് യു പി ഒഴിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കുംഭമേള ഇതിനു മുമ്പ് കുംഭമേളകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അത് കണ്ടതുമാണ്. പക്ഷെ ഇത്ര അഭൂതപൂർവമായ ഒരു തിരക്കും ഇത്ര ഒരു ജനസാന്നിധ്യം ഒന്നും നമ്മൾ ഒരു കുംഭമേളയിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ കുംഭമേളയിൽ ഇത് വളരെയധികം പ്രചാരണത്തിൽ എത്തിയതാണോ കുംഭമേള, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഒരു കഴിവാണോ അത്രയും ആൾക്കാരെ അങ്ങോട്ടേക്ക് ആകർഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞു പോകുന്നതാണോ? എന്താണ് ഈ കുംഭമേള? കാരണം ഇതിനു മുമ്പ് കുംഭമേളകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പക്ഷെ ഇപ്പൊ എന്താണ് ഇത്ര പ്രത്യേകത കുംഭമേളക്ക് ഈ ഈ ഈ ഈ ഈ കുംഭമേള തൊട്ട്? ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം അടുത്ത ഒരു കുംഭമേള വരുമ്പോൾ ഇതിനെക്കാട്ടിലും തിരക്ക് കൂടും. ധനുഷ, ഈ ചോദിച്ച ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. അത് വളരെ നല്ലൊരു ചോദ്യം എന്ന് വെച്ചാൽ അത് വളരെ നല്ല ചോദ്യം തന്നെയാണ്. കാരണം നമുക്ക് അത് ശരിയായ രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ, ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് ഒന്നാം മോദി മന്ത്രിസഭയല്ല, അല്ലെങ്കിൽ ഒന്നാം മോദിയല്ല, രണ്ടാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെമ്പാടും ഈ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു പുതിയ ഊർജ്ജം ലഭിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണമായി മാറിയത് നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തന്നെയാണ്. അയോധ്യ ക്ഷേത്രം തുറന്നു കൊടുത്തത് ഈ വിശ്വാസികൾക്ക് ഒരു വലിയ സെക്യൂരിറ്റി ഫീൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് പ്രധാനമായി തന്നെ. അത് മാത്രമല്ല, തങ്ങളുടെ ആചാരം ധൈര്യപൂർവ്വം നടത്താം എന്ന ഒരു ഘട്ടത്തിലേക്ക് അവർ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അലയൊലികൾ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ ചെറിയ ഉത്സവത്തിന് പോലും നമ്മൾ മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളാണ് വരുന്നത്. അതിൽ കേരളത്തിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തില് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമായത് ശബരിമല പ്രക്ഷോഭമാണ്. ശബരിമല പ്രക്ഷോഭ കാലത്ത് തെരുവിലിറങ്ങിയ സ്ത്രീകൾ, അവർക്ക് കിട്ടിയ ഒരു പുതിയ ഊർജം, നമ്മളുടെ ആ സനാതന ധർമ്മം സംരക്ഷിക്കണം എന്നുള്ള ഒരു പുതിയ ആവേശം. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും സ്ത്രീകളുടെ അഭൂതപൂർവമായ തിരക്കാണ്, ഏത് ക്ഷേത്രത്തിൽ പോയാലും. അപ്പം അവര് വളരെ സജീവമായി തന്നെ രംഗത്തിറങ്ങും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു ശക്തമായ സാന്നിധ്യമാണ്. ഇന്നിപ്പം മൗനി അതെ, അമാവാസിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികൾ പോലും, നമ്മൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മൗനി അമാവാസിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. അതായത് ഇന്ന് കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം ഇന്ന് എല്ലാ ഹൈന്ദവ വിശ്വാസികളും അവരുടെ ചെറുതും വലുതുമായ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ഈ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഉത്തർപ്രദേശ് സർക്കാരോ ഇല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ കുംഭമേളയ്ക്ക് വലിയ പ്രചാരണം നൽകിയിരുന്നില്ല. കാരണം അവരത് നൽകാത്തതിന് കാരണം അവർ 45 കോടി ജനങ്ങളെ അല്ലാതെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ പബ്ലിസിറ്റിയിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ട് തന്നെ, കാരണം ഇത് നടത്തുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പിന്തുണയോടുകൂടി അവിടെയുള്ള അഘാടികളുടെ ഒരു കോമൺ കോർഡിനേഷൻ ആണ് ഇത് നടത്തുന്നത്, കമ്മിറ്റിയാണ് നടത്തുന്നത്. ഇത് അവരൊന്നും ഇതിന് പരസ്യത്തിനൊന്നും പോയിട്ടില്ല. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ചില വിശ്വാസികളോ ചില ഗ്രൂപ്പുകളോ ചില സോഷ്യൽ മീഡിയകളോ മറ്റോ പരസ്യം ചെയ്തിട്ടുണ്ട്, അവരുടേതായ രീതിയിൽ കുംഭമേളയെ കുറിച്ച് പരസ്യം അല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ചേട്ടൻ കുംഭമേളയെ പറഞ്ഞതിലൊരു കുറിച്ചുള്ള വാർത്തകൾ പറയും. പറഞ്ഞോളൂ. അല്ല, ചേട്ടൻ കുംഭമേളയെ പറഞ്ഞതിലൊരു കുറിച്ച് സംഭവം എന്ന് ഇൻഫർമേഷൻ. പറഞ്ഞാല്, ഞാൻ നോക്കുന്നത് ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര ഇതായിട്ട് അനുഷ്ഠിക്കുന്നത്. ഇത് കുംഭമേളയെ പണ്ടൊക്കെ നമ്മള് മലയാളികൾ കണ്ടിരുന്നത് യഥാർത്ഥത്തിൽ തുണി ഉടുക്കാത്ത കുറെ സന്യാസിമാർ അവിടെ വന്ന് കിടന്ന് എന്തൊക്കെ കാണിക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഈ മുതലി ഷാജിയുടെ പേജൊക്കെ ഈ സന്യാസിമാരുടെ ചിത്രങ്ങൾ ഇട്ടിട്ട് വളരെ അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ യഥാർത്ഥത്തിൽ ഡിജിറ്റൽ ഇന്ത്യ വന്ന ശേഷം ഓരോ സന്യാസിയുടെ അടുത്ത് നിന്നിട്ടും ബൈറ്റ് വെക്കുമ്പോഴാണ് ആ സന്യാസിമാരൊക്കെ ആരാണെന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഒരു സന്യാസിയുടെ അടുത്ത് ബൈറ്റ് വെച്ചപ്പോൾ വളരെ ഫേമസ് ആയി കേട്ടോ അയാൾ. ഈ കുംഭമേള തുടങ്ങിയ ശേഷം എന്തോ ഒരു ആൾക്കാർ ഫേമസ് ആയി. ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് ആജ് തക്കിൽ ഒരാള് ബൈറ്റ് വെച്ചപ്പോ ഈ സന്യാസി സയൻസിനെയൊക്കെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറയുന്നു. അപ്പൊ ഉടനെ ഇയാൾ ചോദിച്ചു, നിങ്ങൾ സയൻസിനെയൊക്കെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഉടനെ ആ സന്യാസി പറയുകയാണ്, ഞാനിവിടെ IIT ബോംബെയിൽ പഠിച്ചതാ. അപ്പൊ ഉടനെ IIT ബോംബെയിൽ പഠിച്ചതാണോ? ഞെട്ടിപ്പോയി. IIT ബോംബെ സ്വാമി എന്നാ ഇപ്പൊ അയാളെ വിളിക്കുന്നത്. അത് ഞെട്ടിപ്പോയി. എന്നിട്ട് പറയുന്നു, അതെ, ഞാൻ എന്നിട്ട് കാനഡയിലോ ഓസ്ട്രേലിയയിലോ 35 ലക്ഷം രൂപ സാലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ അതൊക്കെ വിട്ടിട്ട് ഞാനിപ്പോ സന്യാസിയായിട്ട് ജീവിക്കുകയാണ്.
ഞാനിപ്പോ ഹിമാലയത്തിന്റെ താഴ്വരകളിലൊക്കെ ജീവിക്കുകയാണ്, എന്നിട്ട് ഞാനിത് തുടങ്ങുമ്പോൾ ഫ്രണ്ടിലോട്ട് വരികയാണ് എന്നാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത്. പണ്ട് നമ്മളായിരുന്നാലും കുംഭമേള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അയ്യേ എന്നാണ് തോന്നിക്കൊണ്ടിരുന്നത്. പല ആൾക്കാർ, നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് പോലും അങ്ങനെയായിരുന്നു ഇവർ തന്നിരുന്ന ഒരു നെറേറ്റീവ്. പക്ഷെ ഇന്ന് എന്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നത് ഞാൻ കുംഭമേളയ്ക്ക് പോവുകയാണ്, എന്റെ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടത്തില്ല, പക്ഷെ അവർക്ക് എന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എന്തായാലും പോകും, 10 ദിവസം ഞാൻ പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പല ആൾക്കാരും കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്. കുംഭമേള മാത്രമല്ല, ഇപ്പൊ തന്നെ മഹാശിവരാത്രി വരുന്നു. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ, സദ്ഗുരുവിന്റെ, ജഗ്ഗി വാസുദേവിന്റെ ഈ മഹാശിവരാത്രി നമുക്ക് ആഘോഷിക്കണ്ടേ, അതിന് നിങ്ങൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യും, നമുക്ക് അവിടെ ഒത്തുകൂടാം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ മുഴുവൻ, ഒരുപക്ഷെ ലോകം മുഴുവനും അത് നാളെയായി മാറുമായിരിക്കും. ആ രാത്രിയിൽ ഇവർ ഈ ഫേസ്ബുക്കിൽ സ്ട്രീം ചെയ്യുന്നു, വാട്സപ്പിൽ സ്ട്രീം ചെയ്യുന്നു, വീടുകളിൽ ആൾക്കാർ ഇതിൽ പങ്കുചേരുന്നു, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു മടിയും ഇല്ലാതെ നവരാത്രി വ്രതം എടുക്കുന്നു. ആ വ്രതം എടുത്തുകൊണ്ട് പുള്ളി G20 പോകുന്നു. അവിടെ നിന്ന് ഒരു കുപ്പി വൈന് നരേന്ദ്രമോദിക്ക് കൊടുക്കുമ്പോൾ ആചാരത്തിന്റെ ഭാഗമാണ്, കുടിച്ചേ പറ്റത്തുള്ളൂ. മോദി അതൊന്ന് ഉയർത്തി കാണിയിട്ട് ആ വേദിയിൽ വെച്ച് തന്നെ പറയുന്നത് ഞാൻ ഇത് കഴിക്കില്ല, കാരണം ഞാൻ നവരാത്രി വ്രതത്തിലാണ് എന്ന് പറയുന്നു. അതിന് ലോകമെമ്പാടും ഒരു പ്രചാരം കിട്ടുന്നു. 2014 ശേഷം ഇന്ത്യ എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്, നമ്മുടെ പിണറായി പറയുന്നത് പോലെ. അല്ല ധനുഷ്, അത് പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഈ മഹാകുംഭമേളയെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ കുംഭമേളയിൽ വെച്ച് സന്യാസം സ്വീകരിക്കുന്ന അനവധി പേരുണ്ട്. അതൊന്നും മുമ്പൊരു വാർത്തയോ ഇല്ലെങ്കിൽ വലിയ രീതിയിലൊന്നും ആളുകൾ സന്യാസം സ്വീകരിച്ചില്ല എങ്കിൽ ഇപ്പോൾ ഈ സെലിബ്രിറ്റികൾ, മമത കുൽക്കർണി അടക്കമുള്ള സിനിമാ താരങ്ങൾ, ഒപ്പം തന്നെ വളരെ പ്രായം കുറഞ്ഞ യുവതികളും യുവാക്കളും കൂട്ടത്തോടെ ഈ മഹാകുംഭമേളയിലെത്തി സന്യാസം സ്വീകരിക്കുന്ന ഒരു കാഴ്ച, അതായത് വലിയ രീതിയിൽ തന്നെ സന്യാസം സ്വീകരിക്കുകയാണ്. സന്യാസം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ചിട്ടവട്ടങ്ങൾ, അതിന്റെ രീതികളൊക്കെ അറിയാം. അത് സോമാനസാല ഏറ്റെടുത്തുകൊണ്ട് നൂറുകണക്കിന് അഭ്യസ്ത വിദ്യരായ യുവാക്കളാണ് വന്നിട്ട് സന്യാസം സ്വീകരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശികൾ ഉൾപ്പെടെ വന്ന് സന്യാസം സ്വീകരിക്കുന്ന ഒരു കാഴ്ച. ഇതിനകത്തൊരു പ്രധാന ഘടകം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ അന്തർദേശീയ തലത്തിൽ പോലും ഇതിന്റെ പ്രാധാന്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ മുമ്പൊക്കെ നമ്മൾ ഈ അഘോരികൾ എന്ന് മാത്രമായിരുന്നു ഇത് സ്വാമിമാരെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇത് അഘോരികൾ മാത്രമല്ല, എത്ര അഖാഡകളിൽ പങ്കെടുക്കുന്നുണ്ട്, നാഗസന്യാസിമാർ എന്താണ്, അഘോരികൾ എന്താണ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ചാനലുകളും മാധ്യമങ്ങളും എഴുതി പിടിപ്പിക്കുന്ന മാത്രമാണ് ജനം വിശ്വസിച്ചെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ട്, അവർക്കത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം രസകരമായിട്ട് ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അത് എനിക്ക് തോന്നുന്നു ഒഡീഷയിൽ നിന്നോ മറ്റോ വന്ന ഒരു ബ്ലോഗറാണ്. ആ ബ്ലോഗർ പിന്നെ ഒരു സന്യാസിയുടെ ചെന്നിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഹിന്ദിയിൽ. ആ സന്യാസി ഇംഗ്ലീഷിൽ വളരെ തകർപ്പനായിട്ടുള്ള മറുപടി വന്നു കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ചോദ്യം ചോദിക്കാൻ പോയ ബ്ലോഗർക്കൊന്നും ചോദിക്കാനില്ല. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. ഈ ബ്ലോഗർക്ക് പെട്ടുപോയി ശരിക്കും. അദ്ദേഹം കരുതിയത് ഹിന്ദി ആയിരിക്കും, ഹിന്ദി തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് മുമ്പോട്ട് പോകാതെ കരുതിയത്. പക്ഷെ ഹിന്ദിയിലല്ല, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പോകുമ്പോൾ ഇതിനിടയ്ക്ക് ബ്ലോഗർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയാതെ വരികയും ഈ ബ്ലോഗർ തൊട്ടടുത്ത് നിന്ന് സഹായിയോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഈ എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല, എന്താ പറഞ്ഞതെന്ന് ഒരു പിടുത്തോ ഇല്ല എന്ന് പറയുന്ന വീഡിയോ. അതും വൈറലായിട്ടുണ്ട്. ഈ വ്ളോഗർമാര് സന്യാസിമാരുടെ അടുത്ത് പോയിരിക്കുമ്പോഴുണ്ടല്ലോ, സന്യാസിമാര് അടിയൊന്നും അല്ല, ചവിട്ട്, അല്ല ഉഗ്രം ചവിട്ട് കൊടുത്ത് ഓടിക്കുന്ന വീഡിയോ ഇഷ്ടം പോലെ. അത് ചേട്ടാ അവിടെ കയ്യിലിരിക്കുന്ന കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ചെറുതെ കൊട്ടുന്ന ഒരു ദാക്ഷിണ്യമില്ലാതെ അടിച്ചോടിക്കുകയാണ് ഇവന്മാരെയൊക്കെ. ഈ ചെന്നിരുന്നിട്ട് നമ്മുടെ നാട്ടിലെ ഈ വ്ളോഗർമാരെ പോലെ തിന്നോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സന്യാസിമാരുടെ അടുത്ത് തിന്നോ കുടിച്ചോ, ഇതെന്താണ് അതെന്താണ്, മറ്റേ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഈ സന്യാസിമാരുടെ മറ്റേ കമണ്ടലൂരകത്ത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ അടിച്ചോടിക്കുകയാണ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ. പക്ഷെ ഈ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഇതൊക്കെ എൻജോയ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സന്യാസി ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അവരത് രണ്ടടി സന്യാസിയുടെ കയ്യിൽ നിന്ന് കിട്ടിയെങ്കിൽ ഞാൻ നന്നാവാനാണല്ലോ എന്ന് വിചാരിച്ചാണ് ബ്ലോഗർമാരൊക്കെ ഓടിപ്പോകുന്നത്. എന്നിട്ട് അവർ അതും ഒരു കണ്ടന്റ് ആക്കി മാറ്റുകയാണ്. അങ്ങനെ ആ ഒരു ഭക്തിയിൽ അവർ പൂർണ്ണമായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു കാഴ്ച. അല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലോഗർമാരൊക്കെ കരുതിയിരുന്നത് കുംഭമേള നടക്കുമ്പോൾ പോയിട്ട് കുറെ ഈ സന്യാസിമാരെയും സനാതന ധർമ്മത്തെയൊക്കെ അവഹേളിക്കാമെന്ന് കരുതി കാത്തിരുന്നവർക്ക് വലിയ നിരാശ സമ്മാനിച്ചത്. കാരണം ആ ഭാഗത്തൊക്കെ ചെന്ന് അടിച്ചാമാരും നിലംപരിശാക്കി കളയും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതുപോലെ തന്നെ UP പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള ബ്ലോഗർമാർ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ബ്ലോഗർമാർക്ക് പോകാൻ പറ്റില്ല. അത്തരത്തിൽ വാർത്തയിട്ടവരുടെ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തു. അതായത് ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു പീക്കിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ കുംഭമേളയോടൊപ്പം തന്നെ ഈ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യയിൽ വലിയ രീതിയിലുള്ള തിരക്കാണ്. രാമമന്ദിർ ട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ജനം കൂടരുത്, കാരണം 20 കിലോമീറ്ററിന് അധികം ദൂരത്തിൽ ക്യൂ നിൽക്കുകയാണ് ജനം. ക്യൂ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിലെ പോലെ ഈ ഒന്നിന് പുറകെ ഒന്നായിട്ടല്ല ക്യൂ എന്ന് പറയുന്നത്.
ഒരു വലിയ ജനസഞ്ചയമാണ് ക്യൂ എന്ന് നമ്മൾ ക്യൂ എന്നല്ല നമ്മൾ അതിനെ പറയേണ്ടത്, ഒരു റാലി പോലെ ജനം റാലി. നിൽക്കുകയാണ്. റാലി എന്ന് വേണം നമുക്ക് പറയാം. അപ്പോ ഈ ജനം എല്ലാം കൂടെ വരുമ്പോൾ, അതായത് ഈ പ്രയാഗ്രാജിൽ വരുന്നവരെല്ലാം അയോധ്യയിലും വരുന്നുണ്ട്. അപ്പൊ അവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ 20 ദിവസത്തേക്ക് നിങ്ങൾ കൺട്രോൾ ചെയ്യണം, ആളുകൾ അധികമായി വരരുത് എന്നിപ്പോൾ രാം മന്ദിർ ട്രസ്റ്റിന് പറയേണ്ടതായ ഒരു സാഹചര്യമാണ് വന്നത്. കാരണം നിലവിൽ അവിടെ രാം മന്ദിർ ട്രസ്റ്റിൽ ലക്ഷക്കണക്കിന് പേരാണ് ഒരു ദിവസം അല്ലാതെ തന്നെ വരുന്നത്. അതായത് ഈ ആഘോഷ ദിനങ്ങളിൽ അല്ലാതെ നോർമൽ ഡേയ്സിൽ വരുന്ന അത്രയും പേരാണ്. അവിടേക്കാണ് ഈ വരുന്ന കോടിക്കണക്കിന് ജനം കൂടെ വരിക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി പ്രയാഗ്രാജിൽ നടന്ന ഈ ഒരു അപകടം, അത് എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിലധികം ജനം വരുമ്പോൾ സ്വാഭാവികമായും എല്ലായിടത്തും സംഭവിക്കുന്ന, എനിക്ക് തോന്നുന്ന ഇതിനോട് താരതമ്യം ചെയ്യാൻ ലോകത്ത് വേറെ ഒരു കാര്യങ്ങളുമില്ല. മഹാകുംഭമേളയോട് താരതമ്യം ചെയ്ത് പറയാനായിട്ട് ഇന്നിടത്ത് ഇന്നതുണ്ട് എന്ന്, വേറൊരു രാജ്യത്ത് ഇന്നൊരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ ഒരു ആചാരമുണ്ട് എന്ന് പറയാൻ സമാനതകളില്ലാത്ത ഒന്നാണ്. അപ്പൊ അവിടേക്ക് എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ, യോഗി സർക്കാർ മികച്ച രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. കാരണം ഇത്ര കോടി ജനം, ഞാൻ ഈ കുളിച്ചവരുടെ കണക്കാണ് നേരത്തെ പറഞ്ഞത്, ഏതാണ്ട് 24 കോടി പേര് ഔദ്യോഗികമായി സ്നാനം ചെയ്ത് കഴിഞ്ഞു ഇത്രയും ദിവസത്തിനുള്ളിൽ. ഇന്നലെയും ഇന്നും, ഇന്ന് രാവിലെ 10 മണി വരെ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സ്നാനം ചെയ്തവർ 3.61 കോടി പേരാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്ന് വെള്ളത്തിൽ കളിച്ചിട്ട് പോയായിരുന്നു, കണ്ടായിരുന്നു. അതെ അതെ. കുളിക്കുകയല്ല, പുള്ളി കളിക്കുകയാണ് വെള്ളത്തിൽ കിടന്നു. അല്ല, ഇതിനകത്ത് കുറെ കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നമുക്കൊരു സംവിധാനത്തെ മാത്രം തെറ്റെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പോകുന്ന ഭക്തരും വിശ്വാസികളും കൂടെ ഒരു നമ്മൾ ചില മര്യാദകൾ കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾക്ക് ആരെയും അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. പകരം നമ്മൾ തന്നെ, നമ്മളൊരു ക്ഷേത്രം, ഞാനിത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലേക്ക് ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ക്യൂ നിൽക്കുന്നതിന് പകരം ആ ക്യൂവിന്റെ ഇടയിലോട്ട് ഇടിച്ചു കയറുക, ഇല്ലെങ്കിൽ ഒരു തള്ളുണ്ടാക്കുക, എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറുക എന്നുള്ള രീതി. അങ്ങനെയല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർക്കും അവസരം നൽകണം, നമ്മുടെ പുറകിൽ നിൽക്കുന്നവർക്കും അവസരം നൽകണം. നമ്മൾ കയറി ഭഗവാന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ ദേവിയുടെ മുമ്പിൽ മണിക്കൂറോളം നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിന്നിലും അനവധി പേരുണ്ടെന്നുള്ളതാണ്. ഈ പ്രയാഗ്രാജിനെ സംബന്ധിച്ച് 2.5 കിലോമീറ്റർ ദൈർഘ്യമാണ് ആ ചടങ്ങ് നടക്കുന്നിടത്തുള്ളത്. അതിന്റെ കരയുള്ള ഗംഗാതടമാണ്, അതായത് പ്രധാന സ്നാനഘട്ടിലേക്കാണ് ഇത്രയും പേര് ഇരച്ചെത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ നടത്തിപ്പുകാർ തന്നെ പറയേണ്ടി വന്നത്, ഗംഗാ നദി ഒഴുകുന്ന ഏതൊരു സ്ഥലത്തും ഈ ദിവസം നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രയാഗ്രാജിന്റെ ഈക്വൽ ആയിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയേണ്ടി വന്നത്. അതായത് ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പകരം ഒരിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥലത്തെ കുറിച്ച് വലിയ ധാരണയില്ലാത്തവരാണ് ഭൂരിപക്ഷം. നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നവർ, തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നവരുണ്ട്, വിദേശത്ത് നിന്ന് വരുന്നവരുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ പോകുന്നു. പിന്നെ അവിടെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് പോകാതെ അവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു രീതി. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും വെറും കൈയോടല്ല വരുന്നത്, അവർക്ക് അവരുടെ ബാഗുകളുമായിട്ടാണ് വരുന്നത്. വലിയ ബാഗുകളാണ് അവരുടെ തോളത്തും മറ്റുമൊക്കെ വെച്ച് കൊണ്ടുപോകുക. അതാണ് ഇപ്പൊ ഇതിനകത്തൊരു സ്ത്രീ ഇപ്പൊ നൽകിയിരിക്കുന്ന ബൈറ്റുകൾ അവരതാ പറയുന്നത്, മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഇവരുടെ ഈ വന്നിരിക്കുന്ന ഈ ഭക്തർ കൊണ്ടിരിക്കുന്ന ബാഗിലും മറ്റും അവരുടെ മുഖം ചേർത്ത് വെച്ചിട്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിനെ നമ്മൾ തന്നെ ഒരു കൺട്രോൾ ചെയ്യുക. നമ്മൾ ആദ്യം, അത് നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും നമ്മളൊരു സെൽഫായിട്ട് തീരുമാനിക്കുക, ഓരോ ഭക്തരും. അതായത് എല്ലാവർക്കും ഇത് സ്നാനം ചെയ്യേണ്ടതാണ്, എല്ലാവർക്കും തൊഴേണ്ടതാണ്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും എന്നൊരു ചിന്ത, ഇത് അങ്ങനെയല്ല. ഇത് വരുന്ന ഒരു കൂട്ടം എനിക്ക് മാത്രം മതി, ഇല്ലെങ്കിൽ ഞാൻ മാത്രം പുണ്യം നേടിയാൽ മതി, ഞാൻ വരുന്നു, അത് അതാണ് ഇവരുടെ. അല്ല, ഇപ്പൊ നിയന്ത്രണ വിധേയമായി അവിടത്തേക്കുള്ള പാലങ്ങളെല്ലാം കൂട്ടി റോഡുകൾ ഇപ്പൊ വിജനമായി തുടങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് തന്നെ ഇന്നലെ ധനുഷ് ചെയ്ത വാർത്തയെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇന്നലെ പോലീസുകാർ പറഞ്ഞിട്ട് ഉള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. അതിനകത്ത് പോലീസുകാർ പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഈ ആൾക്കാർ ഫുൾ ആയി കഴിഞ്ഞു, അവിടേക്ക് അങ്ങോട്ടേക്ക് വരരുത്, നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യൂ എന്ന് അവർ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഭക്തിയാണ്, വിശ്വാസമാണ്, ഇതിനെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് സർക്കാർ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പകരം ഓരോ ഭക്തരും വിചാരിക്കേണ്ട കാര്യമാണ്. അതിപ്പം UP-യിലായാലും കേരളത്തിലായാലും ഇനി മറ്റെവിടെങ്കിലും ആയാലും ഒക്കെ. അത് തിരുപ്പതി കണ്ടില്ലേ, കഴിഞ്ഞ മാസം 1.5 മാസം മുമ്പ് തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 5 പേരാണ് മരിച്ചത്. അതായത് ഭക്തി നമുക്ക് ആവശ്യമാണ്. ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഓരോ ഭക്തരും അതായത് ഭക്തരെ കൊണ്ടുപോകുന്ന വലിയ ഗ്രൂപ്പുകളുണ്ട്, സന്യാസി സമൂഹങ്ങളുണ്ട്. അവരൊക്കെ ഒരു ക്ലാസ് ഭക്തർക്ക് വേണ്ടി എടുക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കുറെ ആത്മനിയന്ത്രണം പാലിക്കേണ്ടതും കൂടിയാണ്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. പിന്നെ ഇവിടുത്തെ ജനസഞ്ചയം വെച്ച് നോക്കുമ്പോൾ കാഷ്വാലിറ്റി വളരെ കുറവാണെന്ന് വേണം നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഇതുവരെ അവിടെ ഒരു അപകടം ഉണ്ടായിട്ടില്ല, മറ്റു രീതിയിലുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, പക്ഷിവിഷബാധ ഏറ്റിട്ടില്ല. ഇതൊക്കെ മുമ്പത്തെ കുംഭമേളയിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇത് കണക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിക്കിലും തിരക്കിലും. പക്ഷെ ഇപ്പൊ അതിന്റെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് നേരത്തെ തന്നെ
ഈ 5 കോടി പേരെ പ്രതീക്ഷിച്ചെടുത്ത് 1.5 കോടി ജനം വരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. കോടിയാണ് പറയുന്നത്, ലക്ഷമല്ല, കോടിയാണ് പറയുന്നത്. ശബരിമല പോലും 1 ലക്ഷത്തിൽ മേളിൽ ആള് വന്നു കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് എന്തായാലും ഭക്തര് 16ാമത്തെ അവരുടെ ദിവസം യാത്രകൾ പ്ലാൻ മാത്രമേ ചെയ്യേണ്ടതാണ്. അതെ 16ാമത്തെ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് ആൾക്കാർ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ഒക്കെ കുംഭമേളയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നു. 45 ദിവസമാണ് കുംഭമേള, പകുതി ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ഈ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാർ കൂടുതൽ നടപടികൾ, സൈന്യത്തെ ഇപ്പൊ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്, കൂടുതൽ നടപടികളിലേക്ക് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.